കലോത്സവം ലോഗോ പ്രകാശനം ചെയ്തു. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് നടക്കുന്ന ഈ വർഷത്തെ പയ്യന്നൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ആദ്യ പരിപാടിയായ ലോഗോ പ്രകാശന കർമ്മം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. സ്കൂളിലെ ഓണാഘോഷ ദിനത്തിൽ പൂക്കളമിട്ടും മാവേലിയെ വരവേറ്റുമാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. സ്കൂളിലെ പാചകത്തൊഴിലാളി സബീന മാനുവൽ പാടിയ പാട്ടായിരുന്നു പരിപാടിയുടെ മുഖ്യ ആകർഷണം. ഒരു മോട്ടിവേഷനാണ്. കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. ഇന്ന് ഭക്ഷണം നമ്മൾ നമ്മുടെ വയറ് നിറയ്ക്കുന്ന സബീനാജി നമ്മുടെ മനസ്സ് നിറച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിറകയ്യടികളോടെ പാട്ട് അവസാനിച്ചപ്പോൾ അവരെ അഭിനന്ദിച്ച് ഉപഹാരം നൽകി ആദരിക്കാനും സ്കൂൾ അധികൃതർ മറന്നില്ല. തുടർന്ന് പ്രധാന അധ്യാപിക സിസ്റ്റർ റെജി ജോസഫ് സ്വാഗതവും നഗരസഭാ കൗൺസിലറും സബ് ജില്ലാ കലോത്സവം പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാനുമായ ഫായിസ് കൗവായി അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പ്രദീപൻ മുഖ്യാതിഥിയായി സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ നമ്മുടെ ഈ കലോത്സവത്തിൻ്റെ വേദികളിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി അവരെ നമുക്ക് പാടിക്കാൻ കഴിയും എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രധാന ചടങ്ങുകളിലും മുന്നോടിയായി അവരുടെ പാട്ട് നമുക്ക് ഈ കലോത്സവ വേദിയിൽ കൂടി അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പു തരികയാണ്. അതായത് അവരുടെ പാട്ട് ഇങ്ങനെ കണ്ടെത്തുകയും ഇന്ന് അവതരിപ്പിക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്തിട്ടുള്ള അതിൻ്റെ പിന്നിൽ ഇടപെട്ടിട്ടുള്ള എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം അവരെ അഭിനന്ദിക്കുകയാണ്. ഇത്തരത്തിലുള്ള പലയിടങ്ങളിലായി ഉറങ്ങിക്കിടക്കുന്ന വേദികളിലേക്ക് വരാത്ത ഒരുപാട് യേശുദാസന്മാരും ചിത്രമാരും നാട്ടിലെമ്പാടും ഉണ്ട് എന്നുള്ളത് ഇത്തരം പല അനുഭവങ്ങളിലൂടെയാണ് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നത്. പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി ലോഗോ പ്രകാശന കർമ്മം നിർവഹിച്ചു.
കരിവള്ളൂർ വടക്കേ മണക്കാട്ട് സ്വദേശിനിയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS അവസാന വർഷ വിദ്യാർത്ഥിനിയുമായ ദയാ രാജഗോപാലൻ വരച്ച ലോഗോയാണ് ഈ വർഷത്തെ കലോത്സവത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവസരങ്ങളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നതെന്നും അവ പ്രയോജനപ്പെടുത്തണമെന്നും പാട്ടുപാടിയ സ്കൂൾ പാചക തൊഴിലാളിയായ സബീന ചേച്ചിക്ക് നല്ല പ്രായത്തിൽ അവസരങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ അവർ മികച്ച ഒരു പാട്ടുകാരിയാകുമായിരുന്നുവെന്നും ഉണ്ണീക്കാനായി പറഞ്ഞു. കലകളുടെ ഉത്സവവേദിയിൽ ആദ്യം തന്നെ അവർക്കൊരു പാട്ടുപാടാൻ അവസരം നൽകിയ സ്കൂൾ അധികൃതർ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുവെന്നും ഉണ്ണീക്കാനായി പറഞ്ഞു. കലോത്സവത്തിന്റെ ഈ ലോഗോ പ്രകാശനം നടക്കുകയാണ്. അതുപോലെ ഈ ലോഗോ ഇവിടെ രൂപകൽപ്പന ചെയ്ത ദയാ രാജഗോപാലിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കലോത്സവത്തിൻ്റെ ഒരു തുടക്കം ഇവിടെ കുറിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ചടങ്ങിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞ സബീന മാനുവലിനെ ആദ്യം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരു നിറഞ്ഞ കയ്യടി അദ്ദേഹത്തിൽ നിന്ന് കൊടുക്കണമെന്ന് ഞാൻ പറയുകയാണ്. ഒരുപക്ഷെ കലോത്സവങ്ങളിലൊക്കെ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ പാട്ടുപാടാൻ അവസരങ്ങളും പഠിക്കാൻ അവസരങ്ങളും കിട്ടിയെങ്കിൽ ഇന്ന് ഒരു പക്ഷേ കേരളം അല്ലെങ്കിൽ ലോകം അറിയുന്ന വലിയൊരു പാട്ടുകാരായി മാറുന്ന ഒരാളായി മാറട്ടെ എന്ന് ഇവിടെ ആദ്യം പാട്ട് പാടിയ നമ്മുടെ പ്രിയ ചേച്ചി അല്ലേ, ഇവിടെ ഭക്ഷണം വെക്കുന്നത് ചേച്ചിയാണ്. അപ്പോൾ അതിന് അവസരം ഒരുക്കി കൊടുത്ത ഇവിടുത്തെ HMനോട് ആദ്യം ഞാൻ ഹൃദയത്തിൻ്റെ പക്ഷേ നന്ദി പറയുകയാണ്. പ്രകാശന കർമ്മം നിർവഹിച്ച ഉണ്ണിക്കാനായിക്ക് വേദിയിൽ വെച്ച് മെമൻറ്റോ കൊടുക്കുന്നതിന് പകരം പ്രയോജനപ്രദമായ ഉപഹാരം നൽകി ആദരിച്ചതും മാതൃകാപരമായ കാര്യമായി മാറി. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ അബ്ദുൾ ബഷീർ MA, മുനിസിപ്പൽ കൗൺസിലർ മനോജ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സബ് ജില്ലാ കലോത്സവം പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ N രാജേഷ് ചടങ്ങിന് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പച്ചക്കറി മേടിക്കുന്ന പരിപാടിയല്ല ഗോൾഡ് മേടിക്കുക പറഞ്ഞാൽ കൃത്യമായിട്ട് നോക്കണം. 916 ഉണ്ടാ, ഹോൾമാർക്ക് ഉണ്ടാ, ഗുണമേന്മ ഉണ്ടോന്നും കൂടി കൃത്യമായിട്ട് നോക്കണം. നമ്മൾ നോക്കി മേടിക്കാൻ പഠിച്ചിനാട്ടാ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരില് ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറയ്ക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ? ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ഇനി ഓരോ തരി പൊന്നും വാങ്ങാം ഹോൾസെയിൽ.